ഞാനൊന്ന് വിനോദിലേക്ക് പോവുകയാണ്. നേപ്പാളിൽ കുടുങ്ങിയ മലയാളിയാണ്. വിനോദ് കേൾക്കാമോ? വിനോദ് ഇപ്പോൾ സുരക്ഷിതനായിരിക്കുകയാണ്. എവിടെയാണ് വിനോദ് ഉള്ളത്? ഞങ്ങളിപ്പോൾ പൊക്കാറയിലാണുള്ളത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? നമ്മളിപ്പോ ഇവിടെ സുരക്ഷിതരാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ താമസിക്കുന്ന ഹോട്ടലിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് കാലത്ത് കാഠ്മണ്ഡുവിലേക്ക് യാത്ര ചെയ്യാനിരുന്ന ആൾക്കാരായിരുന്നു. 47 പേരടങ്ങുന്ന സംഘമായിരുന്നു. കോഴിക്കോട് നിന്ന് വന്നവരാണ് ഞങ്ങള്. ശരി, നിങ്ങൾ 47 പേരുണ്ട് അല്ലേ? അതെ അതെ. അപ്പോ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് തെറ്റാണ്. ഈ പറയുന്ന 33 മലയാളികൾ എന്നുള്ള തെറ്റാണ്. നിങ്ങൾ ഒരു സംഘം തന്നെ 43 പേരുണ്ട്. ഞങ്ങളൊരു സംഘം 47 പേരില് ഞങ്ങൾ 5 സ്റ്റാഫും ബാക്കിയുള്ളത് യാത്ര പാസഞ്ചറുമാണ്. മലയാളികളാണ്, എല്ലാവരും മലയാളികളാണ്, കോഴിക്കോടുകാരാണ്. 3 പേരാണ് വയനാട്ടിലുള്ളത്. ശരി, നിങ്ങൾ എല്ലാവരും ഇപ്പം അങ്ങ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണോ ഉള്ളത്? അതെ അതെ അതെ. ഞങ്ങള് 21-ാം തീയതി കോഴിക്കോട് നിന്ന് പുറപ്പെട്ടതാണ്. 22-ാം തീയതി ഞങ്ങൾ ഇവിടെ എത്തി, ഗോരഖ്പൂരിലെത്തി. അവിടുന്ന് റോഡ് മാർഗമാണ് ഞങ്ങളിപ്പം പൊക്കാറയിലെത്തിയത്. പൊക്കാറയിലെത്തിയിട്ട് ഇന്നേക്ക് 4 ദിവസമാണ്. ഇന്ന് ഞങ്ങൾ കാലത്ത് കാഠ്മണ്ഡുവിലേക്ക് പോകേണ്ടതായിരുന്നു. ഈ വേറെ ഏതെങ്കിലും സംഘങ്ങളെ അങ്ങ് ഈ വഴിയിൽ കണ്ടിരുന്നു? അപ്പോൾ ഈ വിവരം അറിഞ്ഞത് കൊണ്ട് നിങ്ങൾ യാത്ര വേണ്ടെന്ന് വെച്ചതാണ് അല്ലേ? ഇല്ല, ഞങ്ങൾ ഇന്നലെ ഓണമൊക്കെ ആയിരുന്നു. ഓണാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ലോക്കൽ സൈസിന് പോയതായിരുന്നു ഇവിടുന്ന്. അപ്പൊ ഇവിടുന്ന് ലോക്കൽ സൈസിന് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഈ പുറത്തിറങ്ങിയ ഇവിടെ ഫോൺ ആർക്കും കിട്ടില്ലല്ലോ. അപ്പൊ ഈ ഹോട്ടലിലെത്തുമ്പോൾ വൈഫൈ ഉപയോഗിച്ച് ഫോൺ കിട്ടുമ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത് തന്നെ. രാവിലെ 9 മണിക്ക് നടക്കുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞത് 2:30 മണിയോട് കൂടിയാണ്. നിങ്ങളുള്ള മേഖലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, മഴയുമില്ല? ഞങ്ങൾ നിൽക്കുന്ന ഇന്നലെ മഴ ഉണ്ടായിരുന്നു, ഇന്ന് മഴയൊന്നുമില്ല. ഇന്ന് നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞങ്ങൾ സുരക്ഷിതരാണ്. ഞങ്ങളിൽ നിന്ന് 47 ആൾക്കാരും സുരക്ഷിതരാണ്. ശരി, നിങ്ങളുടെ സംഘം 47 പേര്. ഇപ്പം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് 33 പേരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കേട്ടോ. നോർക്ക സിഇഒ നമ്മളൊപ്പം ഉണ്ട്. വിനോദിന് വേണമെങ്കിൽ നിങ്ങളൊരു ആശങ്ക പറയാം. എന്ത് സഹായമാണ് ഈ ഘട്ടത്തിൽ വേണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തോട് സംസാരിക്കാം കേട്ടോ. തീർച്ചയായിട്ടും. എന്താണ് ഇപ്പോൾ നിങ്ങൾ അടിയന്തരമായി ആവശ്യപ്പെടുന്നത്? എന്താണ് നിങ്ങൾക്ക് മടങ്ങാനുള്ള സഹായം അല്ലേ? വിനോദ്, ഞാൻ പറയുന്ന വിനോദിന് കേൾക്കാമല്ലോ. ശ്രീ രാജേഷ് മാത്രം സംസാരിക്കുന്നുണ്ട്. വിനോദ്, നിങ്ങളുള്ള സ്ഥലം ആ പേര് ഒന്നുകൂടെ പറയാമോ? ഞങ്ങളുള്ളത് പൊക്കറയിലാണ്. പൊക്കറയില് ഹോട്ടലിൽ താമസിക്കാണ് ഇപ്പോൾ. പൊക്ര? അതെ, പൊക്ര. ഓക്കെ, ഒരു വിവരം കൂടി വേണം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യം മുതൽ തന്നെ ഈ ഒരു ഇൻസിഡൻറ്റിന് മുൻപ് തന്നെ നിങ്ങൾ സേഫ് സിറ്റുവേഷനിലായതുകൊണ്ട് നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണുമല്ലോ. ഈ 47 പേരുടെ സംഘം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഫാമിലിയായിട്ട് സംസാരിച്ചുകൊണ്ട് അവർക്ക് ഒരു ആശങ്കയില്ലാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം ഞാൻ എടുത്ത് ചോദിക്കാൻ കാര്യം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു കോൾ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഫാമിലി ഓൾറെഡി അവെയർ ആയിരുന്നു നിങ്ങൾ സേഫ് ആണെന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോൾ വരാത്തത്. ഒരു ഡെസ്കിൽ ഞങ്ങളുടെ 4 ഡെസ്ക് പ്രവർത്തിച്ചിരുന്നു. ഈ 4ലും ഈ ഒരു സംഘത്തെ സംബന്ധിച്ചൊരു ഒരു ഡിസ്ട്രസ് കോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് നേരത്തെ തന്നെ വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ നാട്ടിലുള്ളവരെയോ. അതുകൊണ്ടാണ് ആ വിവരം ആ ഒരു ഡിസ്ട്രസ് കോൾ വരാത്തത് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ പറയുവിനോ, ഞങ്ങൾ ഇന്നലെ ഓണാഘോഷ പരിപാടി ടൂർ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇന്ന് രാവിലെ ഇവിടുന്ന് യാത്ര തിരിക്കാം, റോഡ് ഓപ്പൺ ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 7 മണിയോട് കൂടിയാണ് പറയുന്നത് മൻകാവന ക്ഷേത്രം മുതൽ കാഠ്മണ്ഡു വരെയുള്ള റോഡ് ക്ലോസ്ഡ് ആണ്, യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇന്ന് ഓൾറെഡി കാഠ്മണ്ഡുവിലെ നല്ല ആൾക്കാരായിരുന്നു. നിലവിൽ നിങ്ങൾക്ക് സംസാരിക്കുകയും അവിടെ ഞങ്ങൾ ഇന്ന് വീണ്ടും ഇവിടെ സ്റ്റേ അറേഞ്ച് ചെയ്യുകയുണ്ടായി. അവിടെ നിങ്ങൾക്ക് എത്ര ദിവസം തുടരാൻ പറ്റും? അതൊന്നും പ്രശ്നമില്ലല്ലോ അല്ലേ? ഈ സാഹചര്യം മാറുന്നവരെ നിങ്ങൾക്ക് തുടരാമല്ലോ അല്ലേ? ഇല്ല മേഡം, ഞങ്ങളിപ്പോ കിട്ടിയ വിവരം അനുസരിച്ച് നാളെ രാവിലെ റോഡ് ഓപ്പൺ ആവുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഇപ്പോൾ. അപ്പോൾ അത് സാറ് കൂടി ഓക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അനുസരിച്ച് നാളെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാമായിരുന്നു. ശ്രീ രാജേഷ്, എന്താണ് ഇവരോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഇല്ല, സ്മൃതി, മുൻകാലങ്ങളിലും നോർക്ക റൂട്ട്സ് ഇതുപോലെ ഞങ്ങളുടെ ഒരു മെയിൻ ആക്ടിവിറ്റിയിലൊന്ന് ഇതുപോലെ എമർജൻസി റിപ്പാട്രിയേഷൻ ഞങ്ങളുടെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് ഈ കാര്യത്തിലും അത് തന്നെയാണ് ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. എമർജൻസി റിപ്പാട്രിയേഷൻ വരുന്ന സാഹചര്യങ്ങളിൽ MEA ആയിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിൽ എത്തുന്നവരെ കേരളത്തിൽ അവരുടെ റെസിഡൻസ് വരെയുള്ള ട്രാവൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ട്രാവൽ അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒരു നോർക്ക റൂട്ട്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഓഫീസറുണ്ട്, ശ്രീ ഷാജിമോനാണ് ആ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പേഴ്സ് അവൈലബിൾ ആണ്.
അപ്പോൾ ഡൽഹിയിൽ എത്തുന്ന മുറയ്ക്ക് ഈ വിവരങ്ങൾ അറിയുകയാണെങ്കിൽ ട്രാവൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് തടസ്സമില്ല. മറ്റു കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അല്ല ഇപ്പൊ വിനോദ് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് കൂടെ വരികയാണെങ്കിൽ അങ്ങനെ ശ്രീ രാജേഷ്, വിനോദ് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ എംബസിയുമായി ബന്ധപ്പെട്ട ശേഷം തീരുമാനം എടുക്കുക എന്നുള്ളതാണോ? അതായത് അവർക്ക് പറയാം വിനോദ്. അതായത് സ്മൃതി, ഇവർക്കൊരു മൊബിലിറ്റി ഇഷ്യൂ ഇപ്പോൾ ഉണ്ട്. എന്നുവെച്ചാൽ ഇവർക്ക് മൂവ് ചെയ്ത് ഒരു എയർപോർട്ടിലോ എവിടെയെങ്കിലും എത്തിയാലല്ലേ നമുക്ക് ഇവർ ഇന്ത്യയിലേക്കുള്ള ഒരു ട്രാവൽ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ നാളെ രാവിലെ റോഡ് ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ ആ ഒരു ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ് വരും എന്നാണ് ഇവർക്ക് കിട്ടിയ വിവരം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഡൽഹിയിൽ എത്തിയ ശേഷം നമ്മളുടെ നോർക്കയിലെ ഡെവലപ്മെൻറ്റ് ഓഫീസറെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ആ കാര്യത്തിൽ നമ്മൾ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് ട്രാവൽ ചെയ്ത് വരുന്നവരെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അവർക്ക് ട്രാവൽ അറേഞ്ച്മെൻറ്റ്സോ സ്റ്റേയോ മറ്റു കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ശരി, വിനോദിന് ഞാൻ ശ്രീ രാജേഷിൽ നിന്ന് ആ നമ്പറുകളൊക്കെ സംഘടിപ്പിച്ച ഈ ചർച്ചയ്ക്ക് ശേഷം തരാം. വിനോദ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും കാഠ്മണ്ഡുവിലേക്ക് ഈ എയർപോർട്ടിലേക്ക് എത്ര ദൂരമുണ്ട് ഈ പൊഖ്രയിൽ നിന്നും? ഞങ്ങൾ കാഠ്മണ്ഡുവിലേക്കാണ് പോകേണ്ടത്. ഞങ്ങൾ ഓൾറെഡി അവിടെ ഇന്നും നാളെ അവിടെ താമസം ഓൾറെഡി ബുക്ക് ചെയ്താണ് ഹോട്ടലില്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് 30-ാം തീയതിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഗോരഖ്പൂരിൽ നിന്ന് 30-ാം തീയതിയാണ് ഞങ്ങൾ റിട്ടേൺ ബാംഗ്ലൂർ വഴിയാണ് യാത്ര. ഫ്ലൈറ്റിലാണ് ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ശരി, അപ്പൊ കാഠ്മണ്ഡുവിൽ പോയി നിങ്ങൾക്ക് ഇനിയിപ്പോ എവിടെയെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കില്ലല്ലോ, അവിടെ തന്നെ തുടരേണ്ടി വരും അല്ലേ? അതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് നാളെ യാത്ര കാഠ്മണ്ഡുവിലേക്ക് പോകാൻ പറ്റുവാണെന്ന് അറിയേണ്ടത്. ആ കാര്യത്തിലാണ് ഒരു വ്യക്തത വേണ്ടത് ശ്രീ രാജേഷ്. അതെ, നാളെ കാഠ്മണ്ഡു വഴി നമുക്ക് ഭൈരവാൽ എത്തി. ഭൈരവാലാണ് നേപ്പാളിന്റെ ബോർഡർ വരുന്നത്. നാളെ റോഡ് തുറക്കും, നാളെ റോഡ് ഓപ്പൺ ആവും നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഇവിടുത്തെ ലൊക്കേഷന് കിട്ടിയ വിവരമാണത്. അല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല അല്ലെ ശ്രീ രാജേഷ്? അതായത് ആർമിയുടെ അതോറിറ്റിയുടെ കിട്ടുന്ന നമ്മുടെ ഇവിടെ ടവർ ഓപ്പറേറ്റർ ഉണ്ട്, ഒരു റിപ്പോർട്ട് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ശ്രീ രാജേഷ്, അങ്ങനെയാണോ ചെയ്യേണ്ടത് അതോ എംബസിയുമായി ബന്ധപ്പെടുകയാണോ അവർ ചെയ്യേണ്ടത്? അല്ല, തീർച്ചയായിട്ടും. കാര്യം അവിടെ നേപ്പാളിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്പേഴ്സ് എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ്. റെസ്ക്യൂ മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള നമ്പേഴ്സ് അവൈലബിൾ, അതിൽ കോൺടാക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എംബസി മുഖേന ഇവർക്കൊരു സപ്പോർട്ട് കിട്ടും. അതിനുശേഷം ഇന്ത്യയിൽ എത്തിയ ശേഷമാണെങ്കിലും നോർക്കയുടെ മറ്റ് സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് തടസ്സമില്ല. നിലവിൽ ഇവർക്ക് ട്രാവൽ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് പൂർത്തിയായാൽ മാത്രമേ ഇവർക്ക് എയർപോർട്ടിലേക്ക് എത്തുകയും ഇവർക്ക് ഓൾറെഡി ഇവർ പറഞ്ഞനുസരിച്ചിട്ടാണെങ്കിൽ ഓൾറെഡി പ്ലാൻ ഫൈനലൈസ്ഡ് ആണ് ഇവർക്കുള്ള തിരിച്ചുള്ള യാത്ര. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആ യാത്ര എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ളത് അവിടെയുള്ളൊരു ഗ്രൗണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും. അതോറിറ്റീസ് പറയുന്ന അനുസരിച്ച് മാത്രമേ ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് ഇവർ മൂവ് ചെയ്ത് ഇന്ത്യയിൽ എത്തുന്ന മുറയ്ക്ക് ബാക്കി സപ്പോർട്ട് നോർക്കയുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.